ഞാനായിരിക്കാം ബിജോമനാണ് ഏറ്റവും ഇഷ്ടമുള്ള ആരാ? ആണോ? ബിജോമന്റെ കളി കാണാൻ വേണ്ടിയാണ് വന്നത്. ആ, നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ പുള്ളിയായിട്ട്? സംസാരിക്കാൻ താല്പര്യമുണ്ടോ? ബിജോമനുമായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? എത്ര വർഷമായിട്ട് പുള്ളി ഇത് കളി ഈ പന്തുകളെ കുറിച്ച് പോയിട്ടുള്ളതാണ്? ഇപ്പോഴത്തെ നിലവിലെ ഏറ്റവും ഇഷ്ടമുള്ള ബിജോമനാണ്. ബിജോമനായിട്ട് സംസാരിക്കട്ടെ. ഞാൻ ചോദിക്കാം, ബിജോമനോടൊന്ന് ചോദിക്കാം, ചേച്ചിയായിട്ടൊന്ന് സംസാരിക്കാമെന്ന് ചോദിക്കാം. ബിജോമനെ മോനെ, ബിജോമന് ഭയങ്കര തിരക്കാണ്, എങ്കിലും ആ ചേച്ചിയായിട്ട് സംസാരിക്കാന്ന് എനിക്ക് തോന്നുന്നത്. വൈകില്ല ബിജോമന്റെ ചേച്ചി ബിജോമന്റെ ഫാനാണ്. ആ ചേച്ചി ആ ചേച്ചി ബിജോമനായിട്ട് പറഞ്ഞോ, സംസാരിച്ചു ചേച്ചി, പറഞ്ഞോ ബിജോമന്റെ ഫാനാണ്. പന്തുകളി പന്തുകളി ബിജോമനായിട്ട് മാത്രമാണ്. മത്സരമായിരുന്നു ഇവിടെ നടന്നത്. അമ്മമാരാണ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ ബിജോമോന് വേണ്ടി തന്നെയാണ് ആ ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത്. ചേച്ചിയെ കണ്ട് ബിജോമോനായിട്ട് സംസാരിച്ചു. ആരാധകർ ഇഷ്ടം പോലെയാണ്. ബിജോമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റിലെ സച്ചിൻ തെണ്ടുൽക്കറെ പോലെയാണ്. ക്രിക്കറ്റിലെ സച്ചിൻ തെണ്ടുൽക്കർ പോലെ തന്നെയാണ് നമ്മുടെ ഇത് പന്തുകളിയിലെ ബിജോമോനാണ്. ബിജോമോൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു നിലനിന്ന് പോകുന്നത്. ഇപ്പോഴും എന്തായാലും നല്ലൊരു മത്സരമായിരുന്നു ഇവിടെ നടന്നത്. അതുപോലെ തന്നെ ബിജോമോനുമായിട്ട് തന്നെ അവിടെ പുള്ളിയുടെ എല്ലാ കളികളും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അമ്മമ്മേടിന് വേണ്ടി മാത്രം നിൽക്കുന്ന ചാർലിയാണ്. എപ്പോഴും ഉണ്ട് ബിജോമോന്റെ, എപ്പോഴും ഒപ്പമുള്ള ആ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾ മൊത്തം കപ്പടിച്ചുകൊണ്ട് നോക്കിയാൽ എന്നാ കോട്ടയം ജില്ലയിലുണ്ടാക്കി അന്യം നിന്ന് പോകുന്ന ഒരു കളിയാണ്. ഇപ്പോഴും ബിജോമോന്റെ ഒറ്റ കെയർ ഓഫിൽ മാത്രമാണ് ഇപ്പോഴും ഈ കളി നിൽക്കുന്നത്. ഇതിന് ശേഷം എന്തായി തരും? അത് ഈ കളിയെ കുറിച്ച്, അതായത് ഈ കളി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തീരുമാനം എന്തെങ്കിലും മുന്നോട്ട്, അല്ലെങ്കിൽ ഇത് നിന്ന് പോകത്തുള്ളൂ ഈ കളി. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇനി മുന്നോട്ട് ഇത് ഒരിക്കലും നിൽക്കല്ലേ ഒരു ബിജോമനെ കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു സച്ചിൻ തെണ്ടുൽക്കർ കൊണ്ട് ഒരിക്കലും ക്രിക്കറ്റ് അത് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. പുതിയ കാലഘട്ടമായിരുന്നു ആണ്. അത് ജിജോമൻ രാജാവ്. ഓരോ
ബിജോമോനെ കഴിഞ്ഞ് വേറൊരു കളിക്കാരൻ വരിക. മുന്നോട്ട് ഈ ഒരു ഇത് അന്യം നിന്ന് പോവാതെ ഈ ഒരു ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യണം ബിജോമോനെ പോലെ ഓരോ കളിക്കാരെയും പ്രാക്ടീസ് കൊടുക്കണം. അവനോട് പറഞ്ഞു അതുപോലെ കോർട്ട് നമ്മൾ അവന് വേണ്ടി അവര് പ്രാക്ടീസ് കൊടുക്കണം. ഓരോ സ്കൂളുകളിൽ പോലും ഇതുപോലത്തെ ഉള്ള ഒരു നാടൻ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോമൻ അവരെ അടിക്കുന്ന ഓരോ പന്തുകളിൽ നിന്ന് പോയൊരു സമയത്ത് ഈ നാടൻപള്ളി പന്തുകളിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി ഓരോ സ്കൂളുകളിൽ പോലും ഇതുപോലത്തെ ഉള്ള കാര്യങ്ങള് ഗവൺമെന്റ് പോലും ഏറ്റെടുത്ത് ഇത് ഈ ഒരു കളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മറ്റേ കോർട്ട് ഗവൺമെന്റ് എടുക്കണം. ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് പഴയ കളിക്കാരുണ്ട്, പഴയ ഒരുപാട് കളിക്കാരുണ്ട്, അവരെയൊക്കെ കൊച്ചു കുട്ടികളെ പ്രാക്ടീസ് കൊടുക്കണം. എന്നിട്ട് ഈ നാടൻ പന്തുകൾ ഉയർത്തണം. അത് മാത്രം ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഞങ്ങളെ പോലെ ഈ പ്രേമികൾക്ക് നാടൻ പന്തുകളി ആവേശമാണ്. ഞങ്ങളിപ്പം വരുന്നത് പുതിയ പുതിയ പിള്ളേര് വളർന്നു ക്രിക്കറ്റ് ലോകമല്ല. ഇതുപോലെ നാടൻ പന്തുകളി ആവേശപരമായ ഒരു മത്സരമാണ് ഇവിടെ നടന്നത്. താങ്ക് യു. ഞങ്ങൾക്കുള്ള പ്രോത്സാഹനമാണ് ബിജോമോൻ കി ജയ്. ഇത്രയും ഫേമസ് ആയത് ആ ഒരൊറ്റ ടീം കാരണോ അല്ല, ആ ഒരൊറ്റ ടീം കാരണമാണ് ഈ കളി ഇത്രയും ഫേമസ് ആയത്. കമ്പമേട് മാത്രം, കമ്പമേടാണ് ഇത്രയും ഫേമസ് ആയിട്ട് വന്നത്. ഇല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ചെറുപ്പം മുതലേ ഇത് ഇല്ലാതായി പോകുന്ന കളികളാണ്, അന്യം നിന്ന് പോകുന്ന കളികൾ തന്നെയാണ്. ഈ കമ്പംമേട്ട് ടീമാണ് ഈ കളി ഇത്രയും വിപുലീകരിച്ച് ഇതുപോലെ കാണികളെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. ഇത് കോട്ടയത്തിന്റെ കളിയായിരുന്നു. ഇപ്പൊ ഇടുക്കിന്ന് വരെയാണ് ആൾക്കാർ അവരാണ് ഈ കളി. ആ കമ്പംമേട്ടിന്റെ ബിജോമോനാണ് ഈ കളി ഈ കാണികളെ ഇത്ര ആവേശഭരിതമാക്കി. ഇവിടെ നമ്മൾ മൂൾമുനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഈ കമ്പംമേട് ടീമാണ്. അതിനകത്ത് ഒരു മാറ്റമില്ല. പിന്നെ ഇതിനു മുമ്പുള്ള താരങ്ങളുണ്ടായിരുന്ന ആ താരങ്ങളെല്ലാം ഇതിനെ ഗ്രൗണ്ടിലുണ്ട്. ആടെ കുഞ്ഞാട്ടൻ കേട്ടോ കണ്ടോ, ഈ ആടെ റഫറി കുഞ്ഞാട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. ഗീവറീസ് പാമ്പാടി ടീമിന്റെ കളിക്കാരാണ് കുഞ്ഞാട്ടൻ, ഗീവറീസ്. ഇവരൊക്കെ എന്ന് പറഞ്ഞ ഫേമസ് താരങ്ങളാണ്. അവരെ കളി നിർത്തതോടുകൂടി ഈ പരിപാടികളൊക്കെ അന്യം നിന്ന് പോയതാണ്. പക്ഷെ അത് വീണ്ടും ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് കമ്പംമേട് ടീമാണ്. അത് ഉറക്കെ തന്നെ പറയും. ആര് ഇടുക്കി ജില്ലക്കാരാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ കോട്ടയം ജില്ലക്കാർ ഉയർത്തി തന്നെ പറയും ഈ കളി എത്ര ഫേമസ് ആക്കി കൊണ്ടുവന്നത് കമ്പംമേട് ടീമാണ്. ഇല്ലെങ്കിൽ ഇത് അതോടൊരു ടീം അത്ര നമ്മുടെ നാടൻ പന്തുകളിയുടെ, അതായത് ക്രിക്കറ്റിന്റെ പോലെ തന്നെ ക്രിക്കറ്റിന്റെ ഇതാണ് സച്ചിൻ തെണ്ടുൽക്കർ ആണെങ്കിൽ ഇപ്പം നാടൻ പന്തുകളിൽ ഏറ്റവും ഇതായിട്ടുള്ള ബിജോമോനാണ് നമ്മുടെ ഒപ്പം ഉള്ള. ബിജോമോനായിട്ട് നമുക്ക് സംസാരിക്കാം. ബിജോമോനെ ഇപ്പം ഈ നാടൻ പന്തുകളി ബിജോമോന്റെ ഒരു ഇതിലാണ് മാത്രമാണ് ഇപ്പം നാടൻ പന്തുകളി മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നതാണ് മൊത്തം പൊതുവെ പറയുന്നത്. അതിനുശേഷം മുന്നോട്ട് ഇനി ഇതുകൊണ്ട് നിന്ന് പോകാതെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ പോലും ഇപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളിനും എല്ലാവരും ഇതെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിനോടൊന്ന് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കല ഇത് നിന്ന് പോകാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാം. ഇത് നേരത്തെ ഇതുപോലെ സ്കൂളുകളിലെല്ലാം ഗവൺമെൻറ് ഇതെടുത്ത് നടപടിയെടുത്ത് ഗവൺമെൻറ്റിലെ എല്ലാ സ്കൂളുകളിലും പന്തുകളി പഠിപ്പിച്ച് പിള്ളേരെ ഓരോ കാര്യത്തിലെ ക്ലാസ്സിന് വിട്ട് പഠിപ്പിച്ച് വന്നുകൊണ്ടിരുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് 2-3 വർഷം അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ഇടക്കാലം കൊണ്ട് ആ ഒരു ഇത് നിന്നുപോയി. കാരണം ഈ കോട്ടയം ജില്ലയിലെ എല്ലാ ടീമിനെയും എല്ലാ സ്കൂളുകളിലെയും പോയി ക്ലാസ് എടുത്ത് പിള്ളേരെ പഠിപ്പിച്ച് ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും നടത്തുന്നുണ്ടായിരുന്നു 2-3 വർഷമായിട്ട്. അത് കഴിഞ്ഞ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംഘടനകൾ എല്ലാം 2 ചേരിയായി. നാടൻപന്തുകളി എന്ന് പറയുന്ന നല്ലൊരു കായിക വിനോദത്തെ സംഘടനകൾ അങ്ങോട്ട് നശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 2 സംഘടനയാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നല്ല ടീമുകൾ പകുതി ടീം അപ്പുറയും പകുതി ടീം ഇപ്പുറയായിട്ടാണ് ഒരു തരം വാശിയാണ് പന്തുകളിയെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 സംഘടനയും കൂടെ ചേർന്ന് ഒരു സംഘടനയായി നല്ല രീതിയിൽ നടത്തുവാണെങ്കിൽ ഈ നാടൻ പന്തുകൾ ഇനി ഉയരങ്ങളിലെത്തും. 101 രൂപ ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നതാണ്.
പാറപ്പുഴയുടെ കരുത്താണ് അവരുടെ ക്യാപ്റ്റൻ. അതെ, ആര് വന്നാലും ഏത് കരുത്തം വന്നാലും എനിക്ക് പിന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബബിൻ ഒരു കായികപ്രേമി സംഭാവനയായി നൽകുന്നു. സുബിന് കായികപ്രേമി 100 രൂപ സംഭാവന. ഇപ്പോൾ കാഴ്ചവെച്ച ആ പോരാട്ട വീര്യത്തിന് 100 രൂപ സുബിന്. വീണ്ടും പ്രൈസ് നിശ്ചയിക്കുന്നു. വേണം പെട്ടെന്നുണ്ട്. എതിരാളികൾക്ക് പോലും നിശ്ചയിക്കാൻ കഴിയില്ലാത്ത കരുത്ത്, അതാണ് സിബിൻ. പ്രിയമുള്ള കായിക പ്രേമികളെ, നമ്മൾ ഓർക്കുക, ഇരു ടീമുകളും തോൽക്കാൻ മനസ്സില്ലാത്ത കരുത്തരാണ്. ഇവരാരെയും കീഴ്പ്പെടുത്തുവാൻ കരുത്തുള്ളവരാണ്. പാറമ്പുഴ ടീം പോരാട്ട വീര്യം കാഴ്ചവെക്കുകയാണ്. 5ാമത് ടീമിട്ടുകാരൻ നാടൻ പന്തകളിയുടെ ദയവായി കൂപ്പണുകൾ എടുത്ത് അവരോട് സഹകരിക്കണമെന്ന് താഴ്മയായി സംഘാടക സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ 2 പന്ത പിടിച്ചെടുത്ത പ്രിൻസിന് 2ാമത് കളിക്കാരൻ പാറമ്പുഴ ടീമിന് വേണ്ടി മത്സരിക്കാൻ പോകുന്ന എണ്ണം ഒരു ചക്രയ്ക്ക് ശേഷം ഒറ്റയ്ക്കൊന്ന പാറമ്പുഴ ടീമിന് വേണ്ടി 3ാമത് കളി. നാടൻ പന്തുകളിയുടെ കുലപതികളുടെ ഓട്ടകൊത്തളങ്ങൾ കീഴടക്കിയവർ. അതെ, ഇവരാണ് താരങ്ങൾ, ഇവരാണ് രാജാക്കൾ. സജി വെട്ടുവാനായി കടന്നു വരുന്നു. ഒരു ചക്രയ്ക്ക് ശേഷം ഒറ്റയൊന്ന് വെട്ടിവിട്ടതിന് ഇന്ന് ഇവിടെ നടന്ന മത്സരത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തോത്രം. അതെ, അത്യുന്നതങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ വിജയവാന്റെ ഒരു കാര്യത്തണ്ട് ഇപ്പോൾ കടന്നുപോയത്. നീലാകാശങ്ങളെ തഴുകിക്കൊണ്ട് ബിജോമോൻ അടിച്ച ഹൈസ്കൂൾ മൈതാനിയുടെ നീലാകാശങ്ങളെ ചുംബിച്ചുകൊണ്ട് ബിജോമോൻ ഉയർത്തിയടിച്ച് വന്നൊരു കൊള്ളിയാൻ പോലെ ഉയർത്തിയടിച്ച് വന്നൊരു മാവച്ചൽ പരുത്തുമാർ സ്വാധീനമായിട്ടുള്ള അവർ നിറഞ്ഞ സാന്നിധ്യമായ ആൽബിൻ 3ാമത് താരം. ആൽബിൻ വരുന്ന ആൽബിൻ ഒട്ടിക്കുന്നു. വീണ്ടും മച്ചു എണ്ണം 3 പാറമ്പുഴ ടീമിന് വേണ്ടി. വീണ്ടും മച്ചു അതിമനോഹരമായ കൈവട്ട ബിബിൻ ബിബിന്റെ ബന്ധ ഉയർത്തിയിട്ടുണ്ട്. ബിരുദ നൽകുന്ന 1501 രൂപ പൗലിലെത്തിയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും ഇങ്ങനെ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. 1501 രൂപ ബിരുദ രാജു ബിജോമോൻ. അതുപോലെ തന്നെ ചാമാനിക്കാട് നൽകുന്ന 101 രൂപ കുട്ടപ്പായിക്ക് ഉണ്ണി ചാതാനിക്കാനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ വിനിത രാജുവിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ഓരോ പ്രോത്സാഹനവും ഇതിന്റെ വിജയത്തിന് ആവശ്യമാണ്. എല്ലാ കാണികളും നമ്മുടെ കളിക്കാരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൂപ്പണുകളെടുത്ത് ഈ ടൂർണമെന്റ് വൻപിച്ച വിജയമാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇതിന് ഒരുപാട് പൈസ ചെലവുകളുണ്ട്. നിങ്ങളുടെ ഓരോ കുഞ്ഞു മണികളും ഇതിന് പ്രോത്സാഹനമായി മാറും. ദയവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോ രൂപയും ഇതിനൊരു സപ്പോർട്ടായിട്ട് മാറണമെന്ന് അഭിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ 15-ാം തീയതി 21-ാം തീയതി ഫൈനൽ നടത്തുന്നതാണ്. ദയവായി ശ്രദ്ധിക്കുക. കളി കാണാനായിട്ട് വന്ന് നിർമ്മിക്കുന്ന എല്ലാ നല്ലവരായ നാടൻ പന്തുകളി സ്നേഹികളോടുള്ള ഒരു അറിയിപ്പാണ്. നമുക്ക് ഈ പടിഞ്ഞാറ് വശത്തെ 3 വീടുകളുണ്ട്.
അങ്ങനെ അവരുടെയൊക്കെ ദർശനമായിട്ട് നിന്ന് ആരും മൂത്രം ഒഴിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യരുതെന്ന് വീടുകൾക്ക് അഭിമുഖമായിട്ട് നിന്ന് അവരുടെ സൈഡിൽ ചെന്ന് നാലാമത് വരെ ആദ്യ കൈവെട്ടുമായിട്ട് ബിബിൻ, നമ്പർ 7 ബിബിൻ ഒരു ചക്കര വെച്ച് കമ്പമേട് ടീമിന്റെ ബിജോമോൻ ഉയർത്തിയടിക്കുന്ന 15 പന്തുകൾക്ക് 1500 രൂപ. വിനീത അച്ഛൻ സ്പോൺസർ ചെയ്യുന്നു. ഒരെണ്ണം കൂടി നാലാമത് വരയിലേക്ക് പ്രവേശിക്കുന്നു. നാലാമത് വരയിൽ ആദ്യ കൈവെട്ടിൽ ആദ്യ എണ്ണം നേടിക്കൊണ്ട് ബിബിൻ. ഇന്ത്യൻ 2 ഇറ്റലി 2. ഒരു ചക്രം വെച്ച് ഇന്ത്യൻ 2. ഒരു ചക്രം വെച്ച് ഇന്ത്യൻ 2. ചാർലി എന്ന് പറയുന്നത് കമ്പമേടിന്റെ ഏറ്റവും വലിയ ആരാധകനാണ്. സാർ ശരിക്കും കമ്പമേടുകാരനാണോ അതോ അല്ലല്ല ഇവരുടെ കളി കണ്ട് ഇവരെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണോ? കളി കണ്ട് ഇഷ്ടപ്പെട്ട. ഞാൻ മണിമലക്കാരനാണ്. ഞാൻ ഇവിടെ കോട്ടയത്ത് കമ്പമേട് ടീമിനെ കുറിച്ച് അറിഞ്ഞു കേട്ട് ബിജോമാന്റെ കളിക്കാരനെ കുറിച്ച് അറിഞ്ഞു കേട്ട് വന്ന് കളി കാണാൻ തുടങ്ങിയ ഒരാളാണ്. ബിജോമാന്റെ ഏറ്റവും വലിയ ആരാധകനാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടടി കളി ഉണ്ടെങ്കിൽ നമ്മൾ കളി കാണാൻ പോകും. ബിജോമാന്റെ എവിടെ ഏത് സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും താങ്കൾ എന്ത് ജോലി ചെയ്യുന്നു, എന്താണ് പണിയാണ്? അപ്പം ഇങ്ങനെ ഇറങ്ങി വരുമ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പണി മാറ്റി വെച്ചിട്ട് അതിനുവേണ്ടി തന്നെ, അതുപോലെ തന്നെ താങ്കൾ കളി കാണുക മാത്രമല്ല താങ്കൾ ഇതിനു വേണ്ടി തന്നെ പൈസയെല്ലാം ഇവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നു, കാര്യങ്ങൾ കൂപ്പണെല്ലാം വിറ്റ് കൊടുക്കുന്നു. ഈ പന്ത് അതായത് ഇത് നിന്നു പോകുന്ന ഒരു ഇതാണ്. പക്ഷെ അതിനെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കാനുള്ള താങ്കൾ നേരത്തെ ഇത് പന്തുകളി കളിച്ചിട്ടുള്ള ആളാണോ അതോ? പന്തുകളി കളിച്ചിട്ടുള്ള ആളാണ്. പ്രൊഫഷണൽ ടീമിൽ പന്തുകളി ഇഷ്ടപ്പെടുന്ന ഒരാളെ പന്ത് കളിക്കുകയും ചെയ്യും. പന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പന്തുകളിയോട് അത്രയ്ക്ക് ബിജോമോനാണ് താങ്കളുടെ ഏറ്റവും വലിയ. ഓക്കെ, താങ്ക് യു. താങ്കളുടെ ഫാമിലിയൊക്കെ എങ്ങനെ? ഓക്കെ, അപ്പൊ കോട്ടയായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അവരുടെ 5ാമത് കൈവിട്ടുമായി 4ാമത് വരയിലെ 5ാമത്. നാളെ കൃത്യം 3:30 ഏറ്റുമാനൂർ കാട്ടാത്തിയിൽ തവളക്കുഴി ഏറ്റുമാനൂരപ്പൻ കോളേജ് ഗ്രൗണ്ടിൽ പാറമ്പുഴ ടീം പാത്താമുട്ടൻ ടീമിനെ നേരിടുന്നു. നാളെ എലിക്കൽ മൈതാനത്തിൽ NBSOയുടെ ടൂർണമെന്റ് ഈ കളികൾ അതായത് വീണ്ടും ഞങ്ങളുടെയൊക്കെ അറിവി പാമ്പാടി ടീമിന്റെ 5ാമത് വരയിൽ 6ാമത് കളിക്കാരൻ ചെസ് നമ്പർ 12 പ്രിൻസ്. 3 ഇട്ടടി വീണ്ടും ഉയർത്തിയടിച്ചുകൊണ്ട് ഒരു നാടൻ പന്തുകളിയുടെ ഒരു നേന്ത്രക്കൊലയല്ലോ നയിച്ചേ. ഒരു നല്ല കയ്യടി റജി വേലങ്ങാട്. സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ വേറെ സജി തോട്ടക്കാട്, കുഞ്ഞ് പാമ്പാടി, രജീന്ദ്രൻ മാങ്ങാനം 3 പേരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തു. ഒരു സെക്കൻഡ്. എന്താ ബിനീഷിനെ പറ്റി
ബിനീഷ് ഭാഗത്താന ബിനീഷ് ഇനി ഒന്ന് ഫോട്ടോ എടുത്തു. അടുത്തതായിട്ട് രജീന്ദ്രൻ മാങ്ങാനം, രണ്ടാം ട്രോഫിയായിട്ട് ഇന്നത്തെ മത്സരത്തിൽ സേവനമനുഷ്ഠിച്ച രജീന്ദ്രൻ മാങ്ങാനം ട്രോഫിയായിട്ട് വാങ്ങുന്നു റംബാത്തിന്റെ. അടുത്തതായത് മൂന്നാം ട്രോഫിയായിട്ട് സേവനമനുഷ്ഠിച്ച സജി തോട്ടയ്ക്കാട്. അദ്ദേഹം ഈ ടൂർണമെന്റിന്റെ ആദ്യ അവസാനം വളരെയധികം കഷ്ടപ്പെട്ട ഒരു മാന്യ വ്യക്തിയെ കൂടിയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി മീനിടം സന്നിധാനെ ക്ഷണിച്ചോളൂ. ടീം അംഗങ്ങൾ എല്ലാവരും എത്തിയോ? മാർബിൾ ടീമിന്റെ ആളുകൾ വ്യക്തിഗത സമ്മാനങ്ങൾ മികച്ച പൊക്കിവെട്ടുകാരൻ കമ്പമേട് ടീമിന്റെ ബിജോ. മികച്ച പൊക്കിവെട്ടുകാരൻ ട്രോഫി നൽകുന്നതിന് റംബത്തിനെ ക്ഷണിച്ചുകൊള്ളും. ബിജോ മോൻ. ബിജോ മോന് എല്ലാ നാടൻപന്ത് സ്നേഹികളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മികച്ച കാലടിക്കാരനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് പാറമ്പഴ ടീമിന്റെ നമ്മുടെ എല്ലാം പ്രിയങ്കർ ഈ പരമ്പരയിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച പാറമ്പഴ ടീമിൽ ദിബിൻ. മികച്ച കാലടിക്കാരൻ. മികച്ച പിടുത്തക്കാരനായിട്ട് പാറമ്പഴ ടീമിന്റെ ബബിൻ. പാറമ്പഴ ടീമിന്റെ ബബിൻ മികച്ച പിടുത്തക്കാരനായിട്ട് ഈ ടൂർണമെന്റിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മികച്ച കൈക്ക് വെട്ടുകാരനായിട്ട് RC മാങ്ങാനം ടീമിന്റെ ചന്തു. RC മാങ്ങാനത്തിന്റെ ചന്തു കടന്നു വരിക. മികച്ച കൈകോട്ടുകാരനായിട്ട് ഓൾറൗണ്ടർ പ്രകടനമാണ് അദ്ദേഹം ഈ ടൂർണമെന്റിലുടനീളം കാഴ്ചവെച്ചത്. കമ്പമേട് ടീമിന്റെ ബിജോ മോൻ ഏറ്റവും കൂടുതൽ പന്തുകൾ പൊക്കിയടിച്ച് 15 പന്തുകൾ പൊക്കിയടിച്ചതിന് 1500 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിനീത അച്ചു. അപ്പം മറ്റുള്ള പ്രൈസ് മണികൾ മൊത്തം കൂട്ടി ആകെ 3069 രൂപയ്ക്ക് അർഹനായിരിക്കുകയാണ് ബിജോ മോനെ. ആ സമ്മാനം കൊടുക്കുന്നതിന് യദുകൃഷ്ണൻ മാലത്തിനെ ക്ഷണിച്ചുകൊള്ളു. യദുകൃഷ്ണൻ മാലം കമ്പമേട് ടീമിന്റെ ടോപ്പ് ഫാനാണ്. അദ്ദേഹം എല്ലാ അക്ഷരത്തിലും കമ്പമേട് ടീമിനെ ഒപ്പം ബിജോ മോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സിബിൻ പാറമ്പുഴ കടന്നു വരിക. 600 രൂപ. പ്രിൻസ് 100 രൂപ. ആൽബിൻ പ്രിൻസ് കടന്നു വരിക. തുടർന്ന് ആൽബിൻ കടന്നു വരിക. കുട്ടപ്പായിക്ക് ആകെ 500 രൂപ കടന്നു വരിക. ആൽബിൻ 52-ാം വയസ്സിലും നാടൻപന്ത് കളി രംഗത്തെ പാറമ്പുഴയുടെ നെടുന്തൂണും കൂടിയായ സജി പാറമ്പുഴ. പ്രിൻസ് പാറമ്പുഴ. പ്രൈസൺ പാറമ്പുഴയ്ക്ക് വേണ്ടി പ്രൈസൺ. സിബിൻ പാറമ്പുഴയ്ക്ക് വേണ്ടി സിബിൻ പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങുന്നു. മച്ചു ബബിൻ സോണി. ഈ കടന്നു വന്നിരിക്കുന്ന കാണികൾക്ക് ആർക്കെങ്കിലും ഇവർക്ക് ട്രോഫി കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുമ്പോട്ട് കടന്നു വരാം. ചാർലി കടന്നു വരും. സോണി കടന്നു വരും. പാറമ്പുഴയ്ക്ക് വേണ്ടി സോണി.
എവിടെ അനീഷ്, പാറമ്പഴ ടീമിന്റെ അനീഷ്. പാറമ്പഴയ്ക്ക് വേണ്ടി അനീഷ്. കമ്പമേട് ടീമിന്റെ ഓരോ കളിക്കാരും കടന്നു വരിക. കമ്പമേട് ടീമിന്റെ ഉദയൻ, കമ്പമേട് ടീമിന്റെ ക്യാപ്റ്റനും കമ്പമേട് ടീമിന്റെ ഹൃദയവും കൈത്താങ്ങുമായ ഉദയൻ ചേട്ടൻ. അടുത്തതായിട്ട് കുട്ടപ്പായി. കുട്ടപ്പായിക്ക് ശേഷം മനു തോമസ്, ശേഷം റജി, ബിജോ, ബിബിൻ, സോബിൻ, അഖിൽ. കമ്പമേട് ടീമിന് വേണ്ടി അഖിൽ. ഈ സീസൺ മുതൽ അദ്ദേഹം കമ്പമേട് ടീമിന്റെ കൂടെ കളിക്കുന്നു. ഒപ്പം മനു പി എം. ഇതിന്റെ എല്ലാവർക്കും ആയില്ലേ? ബിനിസാറിന് വേണ്ടി പാറമ്പഴ ടീമിനെ നൽകിക്കൊണ്ട് അഭിമന്യ റമ്പാച്ചനും സണ്ണി മീനടും റജിയം ഫിലിപ്പോസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റജിയം ഫിലിപ്പോസും ഇവിടെ ചേർന്നുകൊണ്ട് ഈ ട്രോഫി സമ്മാനിച്ചോളൂ. കഴിഞ്ഞ വർഷം ഈ ട്രോഫി കമ്പമേടിന്റെ കൈവശമായിരുന്നു. കഴിഞ്ഞ വർഷം 2ാം സ്ഥാനത്തേക്ക് കമ്പമേടിനെ തള്ളി മാറ്റിക്കൊണ്ട് പാറമ്പുഴ മണർകാട് നടന്ന ടൂർണമെന്റിൽ വിജയികളായെങ്കിൽ ഈ വർഷം കമ്പമേട് ടീം ആ ട്രോഫി പാറമ്പുഴയ്ക്ക് മടക്കി നൽകിക്കൊണ്ട് പാറമ്പുഴ ക്യാഷ് അവാർഡ് കൂടെ വാങ്ങണം. താല്പര്യമുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ, അല്ലെ തിരിച്ചു തരാം. ഞാൻ പറഞ്ഞ ട്രോഫി നൽകുന്നു. റജി വേലങ്ങാട് എല്ലാവരും കൂടെ ചേർന്ന് ട്രോഫി നൽകുന്നു. ക്യാഷ് അവാർഡ് ചാർലി കടന്നു വരൂ, കടന്നു വരിക. രൂപ ക്യാഷ് അവാർഡ് ഏലിയാമ്മ കുര്യാക്കോസ്. നിങ്ങളുടെ സേവനം ഉണ്ടായിരിക്കണം. ഈ അന്യം നിന്ന് കായിക ഇനമാണ്. ഇതിന് മുന്നോട്ട് നമുക്കിപ്പം കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം ആണെങ്കിൽ ബിജോമോൻ കായിക ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കഴിയുമ്പോൾ അടുത്ത മുന്നോട്ട് എന്താണെന്നുള്ള അതിനുവേണ്ടി എന്താണ് നമ്മുടെ ഈ സർക്കാർ പോലെയുള്ള ആൾക്കാർ ഇതിനുവേണ്ടി എന്ത് മുൻകൈ എടുക്കണം, അതിനെക്കുറിച്ചെങ്കിലും ഒന്ന്. താറാവ് 200 രൂപ. താറാവ് തിരിച്ച് ലേലം വിളിക്കാണ് 200 രൂപ, 250 രൂപ. സുരക്ഷിതത്വ താറാവ് തിരിച്ച് ലേലം വിളിക്കാണ്. ഈ ലേലത്തിൽ എല്ലാവരും പങ്കുകൊള്ളാവുന്ന കമ്പമേട് ടീമിനും പങ്കുകൊള്ളാം, കലാപരമായ പാറമ്പഴ ടീമിനും പങ്കുകൊള്ളാം. 250 രൂപ, 260 രൂപ, കായിക വിനോദങ്ങളിലൊക്കെ പലപ്പോഴും 270 രൂപ. പക്ഷെ ഇന്ന് വരെ നാടൻ ആരൊക്കെയാണ്? ഒരു താറാവിന് 350 രൂപ വിലയുണ്ട്. 2 കിലോ മേലുള്ള താറാവാ 270 രൂപ. ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് 270 രൂപ. പക്ഷേ ഇപ്പൊ കേരളം വിട്ട് 300 രൂപ, 300 രൂപ. ഒന്ന് മൂപ്പിച്ചേ. നമ്മുടെ ഒത്തിരി ചെറുപ്പക്കാർ 300 രൂപ, 300 രൂപ. ലാലു ആണ് വിളിക്കുന്നത് 300 രൂപ. അവിടെയും ഇനി ആരാ? 310 രൂപ. കുഞ്ഞ് വിളിക്കുന്നു 310 രൂപ. ഇനി റജിക്ക് വിളിക്കാം 320 രൂപ. ഇനി ആരാ? കടന്നു വരാം. ബിനീഷ് 320 രൂപ. നല്ല 30 താറാവാ 330 രൂപ. ഇനിയുണ്ടല്ലോ ആൾക്കാരെ കൂടിക്കേ. 330. ലിബു, ലാലു 340. 2 പേര്
ഷിബു 340, 350, ലാലു വീണ്ടും 350, 60, 360, വീണ്ടും ഒന്ന് ഊപിച്ചേ. 1000 മേളിൽ പോന്ന് പറ. 360, 400 രൂപ.